സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കേരളയുടെ മറ്റൊരു അധ്യയന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പൂരക സങ്കലനം എന്ന ഒരാശയമാണ്. നമുക്ക് എല്ലാവർക്കും ഗോപാലേട്ടൻ്റെ പച്ചക്കറി കടയിലേക്ക് പോകാം. നാം പച്ചക്കറി എല്ലാം വാങ്ങി സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോപാലേട്ടനോട് ചോദിക്കാം, ഗോപാലേട്ട സാം എത്ര രൂപയായി? 67 രൂപ. ഞാൻ ഗോപാലേട്ടന് 100 രൂപ നൽകുന്നു. ഇനി 67 രൂപ വില എടുത്തതിന് ശേഷം 100 രൂപയ്ക്ക് ബാക്കി നൽകുക എന്ന കടമയാണ് ഗോപാലേട്ടനിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഗോപാലേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 67 എന്ന് ഗോപാലേട്ടൻ മനസ്സിൽ പറയുന്നു. അതിനുശേഷം 3 ഒറ്റ രൂപ തുട്ടുകൾ എടുത്ത് 67-നെ 3 കൂടെ കൂട്ടി 70 എന്ന ഏറ്റവും അടുത്ത 10ന്റെ ഗുണിതത്തിലേക്ക് നിലനിർത്തുന്നു. വീണ്ടും ഇപ്പോൾ 67, 3 ഒറ്റത്തുട്ടുകൾ, അപ്പോൾ 70. ഇനി അദ്ദേഹം എന്താ ചെയ്യുക? 10 ഒരു 10 രൂപ നോട്ട് എടുത്തു, അദ്ദേഹം പറയുന്നു 80. മറ്റൊരു 10 രൂപ നോട്ട് എടുത്തു, അദ്ദേഹം പറയുന്നു 90. മറ്റൊരു 10 രൂപ നോട്ട് എടുത്തു, അദ്ദേഹം പറയുന്നത് 100. 100 എന്ന് എപ്പോൾ പറയുന്നോ അപ്പോൾ ഗോപാലേട്ടൻ്റെ കൗണ്ടിങ് അവസാനിക്കും. കാരണം ഞാൻ ഗോപാലേട്ടന് കൊടുത്തത് 100 രൂപയാണ്. നോക്കാം ഗോപാലേട്ടൻ പോയ പ്രോസസ്സ്. 100-ൽ നിന്നും 67 കുറയ്ക്കുന്നതിനായി ഗോപാലേട്ടൻ ആദ്യം ചെയ്തത് 67-നോട് 3 കൂട്ടുകയാണ്. അതിനായാണ് അദ്ദേഹം 3 ഒറ്റത്തുട്ടുകൾ പിറക്കി വെച്ചത്. എന്തിനാണ് അത് ചെയ്തത്? ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 10ലേക്ക് ഗോപാലേട്ടൻ 67-നെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഗോപാലേട്ടൻ ഒരു 10 രൂപ എടുത്തു 80 എന്നെണ്ണി, മറ്റൊരു 10 രൂപ എടുത്തു 90 എന്നെണ്ണി, മറ്റൊരു 10 രൂപ എടുത്തു 100 എന്നെണ്ണി. യഥാർത്ഥത്തിൽ അദ്ദേഹം എടുത്തത് 3 10 രൂപ നോട്ടുകളാണ്. അത് 30 രൂപയാണ്. ആദ്യം എടുത്ത 3 ഒറ്റത്തുട്ടുകളോട് കൂടിയപ്പോൾ 30 + 3 33. 67-നോട് ഗോപാലേട്ടൻ 33 കൂട്ടിയാണ് 100-ലെത്തിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ശ്രമിച്ചത് എന്തായിരുന്നു? നാം വർഷങ്ങളായി പറയുന്ന 100-ൽ നിന്നും 67 കുറയ്ക്കുക എന്ന പ്രക്രിയ. ഇത്രയും സ്വാഭാവികമായൊരു പ്രക്രിയ കയ്യിലിരിക്കുമ്പോഴാണ് നാം എന്ത് ചെയ്തത്? 100-ൽ നിന്നും 67 കുറയ്ക്കുന്നതിനായി 0-ൽ നിന്നും 7 കുറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ 0-ൽ 7 കുറയില്ല. അപ്പം നമ്മൾ ഉടനെ തന്നെ 10ന്റെ സ്ഥാനത്ത് നിന്നും ഒരു ഒറ്റയെ എടുത്ത് ഇപ്പറേ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളവിടെ 10-ൽ നിന്ന് 7 കുറച്ചു. അപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ നാം വീണ്ടും കണ്ടു അവിടെ 1 കുറഞ്ഞത് കൊണ്ട് അവിടെ ഇനി 9 ഉള്ളൂ. 9-ൽ നിന്ന് 6 കുറച്ചപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ ഇടത്തായിട്ട് തിരിപ്പോൾ ഒന്നുമില്ല, 0-മായി. ഇത്രയെല്ലാം വലിയ പ്രഹേളികളിലേക്കൊന്നും പോകാതെ വളരെ ലളിതമായി ഗോപാലേട്ടൻ ചെയ്ത വ്യവകലന തന്ത്രത്തെ നമുക്ക് പൂരക സങ്കലനം എന്ന് പറയാം. മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗണിതത്തിൽ ഒരേ ഒരു ക്രിയയേ ഉള്ളൂ, അത് സങ്കലനമാണ്. നാം പറയുന്ന സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂരക സങ്കലനവും, നാം പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഗുണനം എന്ന് പറയുന്നത് ആവർത്തിത സങ്കലനവും, നാം പറയുന്ന ഡിവിഷൻ ഹരണം എന്ന് പറയുന്നത് ആവർത്തിത പൂരക സങ്കലനവുമാണ്. ഈ യുക്തി, ഈ ബോധ്യം കുട്ടികൾക്കുണ്ടായാൽ വളരെ എളുപ്പത്തിൽ അവർ ഗണിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാവും, പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.